السلام عليكم. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മുത്തഅല്ലിമീങ്ങളെ, നാം ഇന്നൊരുമിച്ച് കൂടിയിരിക്കുന്നത് ദിൽഹ മദീന 2024 മുഖീമുസ്സുന്ന സ്റ്റുഡന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നബിദിന പ്രോഗ്രാമിലാണ്. ലോകത്തെമ്പാടും റബീഉൽ അവ്വൽ 12 ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പറയലും ഓർമ്മിക്കലുമെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കൂലിയുള്ള കാര്യമാണ്. കഴിഞ്ഞുപോയ മഹാന്മാരും ഔലിയാക്കളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരറ്റ് സ്നേഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഗുഹയിൽ താമസിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിലുള്ള എല്ലാ മാളങ്ങളും തുണി വെച്ച് അടക്കുകയായിരുന്നു. അങ്ങനെ ഒരു മാളം മാത്രം ബാക്കിയായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ കാലുകൊണ്ടാണ് ആ മാളം അടച്ചത്. അങ്ങനെ മാളം അടച്ചു കൊണ്ടിരിക്കുന്നപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നൊരു പാമ്പ് കൊത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ വേദനയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് സഹിച്ചു പിടിച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വേദന സഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന് വേണ്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ മാലിക് റളിയല്ലാഹു അൻഹു ബോധം പോകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ജീവനും ത്യജിച്ചവരാണ് സ്വഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൂക്കിലേറ്റട്ടെ എന്ന് ഒരു ശത്രു ചോദിച്ചപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൂക്കിലേറ്റൽ ഞാൻ വിടുകയില്ല. എന്നാൽ നിന്നെ തൂക്കിലേറ്റട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശത്രുവിനോട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ തൂക്കിലേറ്റോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൂക്കിലേറ്റണ്ട എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേമിച്ച് മനസ്സ് തന്നെ മാറിപ്പോയ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മദീനയിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള രാജാവിനെ സ്വപ്നത്തിൽ അറിയിച്ചു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ അവരെ റൗള ഷരീഫിന്റെ അടുത്തേക്ക് കയറ്റരുത്. അവരെ തിരിയാൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉച്ചത്തിൽ പറയുമെന്ന്. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നാട്ടിൽ നിന്നും മദീനയിലേക്ക് യാത്ര വന്നു. മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ പാറാവുകാർ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുകയാണ്. അവർ അവിടുന്ന് മുഹമ്മദ് എന്ന് പേര് വിളിച്ചു.
അപ്പോൾ അകലെ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരാൾ പറയുകയാണ്. അപ്പോൾ പാറാവുകാർ വേഗം അവരെ നാടുകടത്തി. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ തിരിഞ്ഞു, അന്നെ ഇവിടെ നിന്ന് കാറ്റാതിരിക്കാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഒളിച്ചുകൊണ്ട് മദീനയിലേക്ക് സാധനമായി വരുന്ന വിറക് വണ്ടിയുടെ ഉള്ളിൽ കയറി ഒളിച്ചു. അതിന്റെ ഉള്ളിലൂടെ മദീനയിലേക്ക് പുറപ്പെട്ടു. ആരും അറിയാതെ മദീനയുടെ കവാടവും കടന്നു മദീനയുടെ പള്ളിയിലെത്തിയപ്പോൾ പിന്നെയും അവിടെ നിന്ന് മുഹമ്മദ് എന്ന് വിളിച്ചു. പിന്നെയും അവിടെ നിന്ന് പാറാവുകാർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ തിരിഞ്ഞു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ നാടുകടത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേമിച്ചുകൊണ്ട് വിറകിന്റെ ഉള്ളിലും പല രീതിയിലും ഒളിച്ചുകൊണ്ടും മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ പ്രേമം അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേമിച്ച് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു കോലം തന്നെ മാറിപ്പോയിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേമിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരറ്റ് സ്നേഹിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.